ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആണ് കേട്ടോ. കുറേ നാളുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുക, മടി കാരണം ചെയ്യാതെ വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. കൊറോണ ടൈമിലായിരുന്നു കേട്ടോ ഞാൻ ഈ ബോട്ടിൽ ആർട്ട് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്നത്തെ ദിവസങ്ങളിൽ തിന്നിലേലും കുടിച്ചിലേലും വേണ്ടില്ല ഒരു ബോട്ടിലെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും കലാവിരുദ്ധ അതിനകത്ത് ഞാൻ കാണിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് അംഗീകാരങ്ങളും എനിക്ക് കിട്ടി. അന്ന് എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് കോട്ട് അടിച്ച് വെച്ചിരുന്ന ഒരു കുപ്പിയാണ് കേട്ടോ ഇത് നമ്മുടെ അക്രിലിക് വെച്ച് തന്നെയാണ് ബേസ് കോട്ട് അടിച്ചിരിക്കുന്നത്. കുറച്ച് മയിൽപ്പീലി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കൊരു കുപ്പിയില്ല. ഒതുക്കി പറക്കി വെച്ച സമയത്താണ് കേട്ടോ ഈ മയിൽപ്പീലിയൊക്കെ എൻ്റെ കണ്ണിൽ പെട്ടത്. അപ്പോൾ ഇതൊരു കുപ്പിയിൽ വെച്ചാൽ നല്ല ഭംഗിയുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കുപ്പികൾ നോക്കി ഒരു കുപ്പികളും കണ്ടില്ല. എങ്കിൽ പിന്നെ വിചാരിച്ചെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബോട്ടിൽ ആർട്ട് ചെയ്ത് അതിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ കുപ്പി ഇങ്ങനെ തപ്പിയെടുത്തത്. അതിൽ ബേസ് കോട്ട് അടിച്ച് വെച്ചിരുന്നത് കൊണ്ട് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ചെറിയ കുപ്പി തന്നെ സെലക്ട് ചെയ്തത്. വേറൊരു കുപ്പിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വേണോ ഇത് വേണോ എന്ന് കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ചെറുത് തന്നെ എടുത്തു. ഒരുപാട് പെയിൻറ്റും ആവത്തില്ലല്ലോ ചെറുതായതുകൊണ്ട്. ബേസ് കോട്ട് ഓൾറെഡി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ ഒരു ഫാബ്രിക് പെയിൻറ്റ്, അതായത് അക്രിലിക്കിൻ്റെ പെയിൻ്റ് ആണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. ഒരു ബ്ലാക്ക് കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്താൽ അടിപൊളിയായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 കോട്ടൊന്നും അടിക്കുന്നില്ല, ഒരു കോട്ട് മാത്രമേ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതേ ബ്ലാക്ക് കളർ ഫുള്ളായിട്ട് കംപ്ലീറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉണങ്ങുന്നിടം വരെ നമുക്ക് വേറൊരു പരിപാടിയുണ്ട്, അത് ചെയ്യാം. ഞാൻ കുറച്ച് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പണ്ട് കൊറോണ ടൈമിൽ തന്നെ മേടിച്ച് വെച്ചിരുന്ന ത്രെഡുകളാണ്. ഒരുപാടൊക്കെ കെട്ട് വീണ് കുറേ ഇങ്ങനെ വനലായിപ്പോയി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇതിനി കുരുക്കൊക്കെ അഴിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കുരു കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അനിയത്തി ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ അവിടെ നിന്ന് കുരു കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു നോട്ടീസിലുള്ള ഒരു കൃഷ്ണനെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് അമ്പലത്തിലെ സപ്താഹത്തിൻ്റെയും ഉത്സവത്തിൻ്റെയൊക്കെ നോട്ടീസ് കിട്ടുമല്ലോ, അതിനകത്ത് ഈ കൃഷ്ണൻ്റെയൊക്കെ പടങ്ങൾ കാണുമല്ലോ. അപ്പോൾ അത് വെട്ടിയെടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാകുമ്പോൾ വരയ്ക്കാത്തവർക്കും വളരെ ഈസിയാണ്. അപ്പോൾ എൻ്റെ കൃഷ്ണൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് കളറ് കുപ്പിക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനി നമുക്ക് വെട്ടിയെടുത്ത് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി ആ കുപ്പിയിൽ. അപ്പോൾ അതിൻ്റെ സൈഡൊന്നും പോവാതെ സൂക്ഷിച്ച് തന്നെ വെട്ടിയെടുക്കാൻ ശ്രമിക്കുക. അപ്പം എല്ലാ സൈഡും നമ്മൾ വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കുപ്പിയേക്കാളും ഇത്തിരി വലിപ്പം കൂടുതലാണ്, എങ്കിലും സാരമില്ല. നമുക്ക് കിട്ടിയ കൃഷ്ണൻ ഇതാണ്. ഇതിലും ചെറിയ കൃഷ്ണൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതെടുത്താൽ മതി. നിങ്ങൾ ഏത് ബോട്ടിലാണോ എടുക്കുന്നത് ആ ബോട്ടിലിൻ്റെ വലിപ്പത്തിലുള്ള പടമുള്ളത് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. കൃഷ്ണനെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഫെവിക്കോൾ കുറച്ച് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക. കാരണം പെയിൻ്റാണ്, ഇളകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത്തിരി കുറച്ച് തോനെയും ഫെവിക്കോൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഗ്ലൂഗണ്ണ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഗ്ലൂഗണ്ണ് യൂസ് ചെയ്യുമ്പം ആ പടത്തിൽ കുറച്ച് ഗ്ലൂഗണ്ണ് ഒട്ടിക്കുന്നിടം കുറച്ച് പൊങ്ങിയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൂഗണ്ണ് ഉപേക്ഷിച്ചിട്ട് ഫെവിക്കോൾ തന്നെ വെച്ച് ഒട്ടിച്ചു കൊടുത്തത്. അല്പം നേരം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാലേ അത് ഒട്ടത്തുള്ളൂ. ഇത് കണ്ടോ, നമ്മുടെ കൃഷ്ണൻ ഇത്തിരി വലുതാണ്, എങ്കിലും സാരമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അത് ആ മയിൽപ്പീലിയും കൂടി വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് വൂളൻ ത്രെഡ് നമുക്ക് കുപ്പിയുടെ മണ്ടഭാഗത്തിൽ നമുക്കൊന്ന് ചുറ്റി കൊടുക്കണം. അത് നല്ലതായിട്ട് തന്നെ ചുറ്റണം. അത് നമുക്ക് തോന്നിയ പോലെ ചുറ്റിക്കഴിഞ്ഞാൽ അത് നോക്കുമ്പോൾ ഒരു ഭംഗി കാണത്തില്ല. ഓരോന്ന് പതിയെ അതിൻ്റെ ഇതിൽ ചുറ്റിയെടുക്കാം കേട്ടോ. ഇച്ചിരി സമയമെടുത്ത് വേണം ചുറ്റാൻ. അത് ചുറ്റുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ കുപ്പി ഒന്ന് കറക്കി കൊടുത്താൽ മാത്രം മതി. ഇപ്പം പെയിൻ്റൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കും എന്നെനിക്കറിയില്ല. അപ്പം എൻ്റെ മാക്സിമം സൗണ്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വൂളൻ ത്രെഡ് നമുക്ക് ഇഷ്ടമുള്ള കളർ ചുറ്റാം കേട്ടോ. ഒരു യെല്ലോ കളർ കൊടുത്താൽ നന്നായിരിക്കും എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ യെല്ലോ തന്നെ ചൂസ് ചെയ്തത്. ഇഷ്ടമുള്ള ത്രെഡ് നിങ്ങൾക്ക് കൊടുക്കാം. പിന്നെ കൃഷ്ണൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു യെല്ലോ കളർ ചേലയും മയിൽപ്പീലിയും ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ യെല്ലോ കൊടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത്രയും ചുറ്റിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയ ഗ്ലൂ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒന്ന് ഒട്ടിച്ച് സെക്യൂറാക്കി കൊടുക്കാം. അപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് വെച്ച് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പെട്ടെന്ന് തന്നെ അത് ഒട്ടിക്കിട്ടും. ഞാൻ ഗ്ലൂ ഗണ്ണ് എടുക്കാൻ പോകാനുള്ള മടി കാരണം ഗ്ലൂ ഗണ്ണ് എടുത്തില്ല. ഫെവിക്കോൾ കയ്യിലിരുന്നതുകൊണ്ട് ഫെവിക്കോൾ വെച്ച് തന്നെ ഒട്ടിച്ചു കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, ഫെവിക്കോൾ വെച്ചും ഒട്ടുന്നുണ്ട്. പിന്നെ അത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യും അതെനിക്കറിയില്ല. അവിടെ യെല്ലോ കളർ വെച്ച് ഒരു കണിക്കൊന്ന പൂവിൻ്റെ ഡിസൈൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ യെല്ലോ കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കണിക്കൊന്ന പൂവിനൊരു 4 ഇതളാണല്ലോ നമുക്ക് മെയിനായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുക. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു കണിക്കൊന്നയായിട്ടൊന്ന് ഫീൽ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ബ്ലാക്കിനകത്ത് ഈ യെല്ലോ വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പം കുപ്പിയുടെ എല്ലാ സൈഡിലും ഞാൻ ഇതുപോലെ തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡിലും നമുക്ക് കാണത്തക്ക വിധം ചെയ്ത് എടുത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ പെൻസിൽ വെച്ച് വരച്ച്
എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് വെച്ച് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ വരയ്ക്കാൻ അറിയാത്തവർക്കും വരയ്ക്കണമല്ലോ, ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെൻസിൽ അങ്ങനെ വെച്ചൊന്നും വേറെ വരച്ച് നോക്കി അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ എത്രയും പെട്ടെന്ന് എങ്ങനെ വരച്ചെടുക്കാം. അതുപോലെ തന്നെ വെറുതെ കാണാനൊരു ഭംഗി വേണമല്ലോ. അങ്ങനെ ഞാൻ കുറച്ച് ഡിസൈൻസും കൂടി അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. പച്ച കളറ് വെച്ചിട്ടാണ് ഞാൻ ഡിസൈൻസൊക്കെ കൊടുത്തത്. അപ്പോൾ നമ്മുടെ കുപ്പിയുടെ ഏകദേശം ലുക്ക് ഈ ഒരു ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളൊക്കെ ഇതിലേക്ക് ഒട്ടിച്ചെടുത്താലോ എന്നൊരു ഐഡിയ വന്നു. പിന്നെ ഞാനതങ്ങ് ഉപേക്ഷിച്ചു, വെറുതെ ഇനി വൃത്തികേടാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കുപ്പി നല്ലൊരു ലുക്കിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പോയിൻ്റെ ഇടയ്ക്കായിട്ട് ബാക്കി വന്ന പെയിൻറ്റ് വെച്ച് ഞാൻ കൈകൊണ്ട് തന്നെ ഒന്ന് ടച്ചപ്പ് ഒന്ന് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് നമ്മുടെ കുപ്പിയുടെ ഫൈനൽ ലുക്ക്. നമ്മൾ അന്നേരം കണ്ടതുപോലെയല്ല, പക്ഷേ മയിൽപ്പീലിയും കൂടെ വെച്ചപ്പോഴത്തേക്ക് കുപ്പിയുടെ ലെവലേ മാറിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്കും തുടക്കക്കാർക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.